എന്നെ മറക്കണേ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ, അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ. സുഭാഷിതം സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം ജ്ഞാനത്തെ ഒരു സ്ത്രീയായി ചിത്രീകരിച്ചിരിക്കുന്നു. ജ്ഞാനം എല്ലാ മനുഷ്യർക്കും ആവശ്യമെന്ന് അവൾ വിളിച്ചു പറയുന്നു. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ മകനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പിതാവ് ഉപദേശവും പ്രബോധനവും നൽകുന്നു. ജ്ഞാനവും വിവേകവും പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയും അത് പ്രാപിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്നതിന്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിലും സംസ്കാരത്തിലും പലവിധമായ ജ്ഞാനങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിലും ജ്ഞാനത്തിന് ഏറെ കുറച്ചിലുകളുമുണ്ട്. മാതാപിതാക്കളായ നമുക്കൊക്കെ അറിയുന്നതിലും എത്രയോ അധികമായിട്ടുള്ള ജ്ഞാനമാണ് ഇപ്പോഴത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോണിന്റെ കാര്യം മാത്രം എടുത്താൽ മതി. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനം വളരെ വ്യത്യസ്തമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഭയഭക്തിയോടെ ജീവിക്കുന്നതും അതിനോടൊപ്പം സഹജീവികളെയും സ്നേഹിക്കുകയും അവരുടെ നന്മകളും അനുഗ്രഹങ്ങളും കണക്കിലെടുത്ത് അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയും സംസാര രീതിയും ചിന്താഗതിയുമാണ് ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങൾ. 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ജ്ഞാനം എല്ലാവരെയും ക്ഷണിക്കുന്നു. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ജ്ഞാനത്തിന്റെ സ്വഭാവവും ഉപദേശവും കാണുവാൻ കഴിയും. 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ജ്ഞാനം സ്വീകരിക്കുന്നതിന്റെ പ്രയോജനങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. തുടർന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ജ്ഞാനം നിലനിന്നിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 35-36 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. For whoever finds me finds life and obtains favor from the Lord. But he who sins against me wrongs his own soul. All those who hate me love death. ജ്ഞാനം കണ്ടെത്തുന്ന മനുഷ്യൻ ജീവനെ കണ്ടെത്തുന്നു, ദൈവത്തിന്റെ സ്നേഹവും അവൻ പ്രാപിക്കുന്നു. ജ്ഞാനം കണ്ടെത്താത്തവൻ പാപത്തിൽ വസിക്കുന്നു, മരണത്തെ ഇച്ഛിക്കുകയും ചെയ്യുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഈ മരണത്തിൽ നിന്ന് മനുഷ്യജാതിയെ വിടുവിക്കുവാനാണ് ജ്ഞാനസമ്പൂർണനായ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:30 പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ ജ്ഞാനത്തെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുന്നു. അതിനായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങേ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നല്ലോ. മനുഷ്യവർഗത്തിന് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനുമാണല്ലോ അവിടുന്ന് ലോകത്തിലേക്ക് വന്നത്. ആ ജ്ഞാനം ഞങ്ങൾക്ക് പ്രാപിക്കുവാനും ജീവനെ കണ്ടെത്തുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. സ്നേഹത്താൽ എന്നെ മറക്കണേ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ, അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ. യേശുവേ